എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടീമായിട്ടാണ് പറഞ്ഞത്. ഇതിന് മുന്നേ എന്നെ അടിച്ചിട്ടുണ്ട്. അത് FIR ആയിട്ടുള്ളതാണ്, കേസായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാർമാർ രാവിലെ വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലില്ലായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങിയ എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഉത്തരവാദിത്വം നമ്മളതാണ്. നമ്മൾ വണ്ടി കൊണ്ട് കയറ്റിയതും ഇടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നേർക്ക് വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ചാടി. ഏകദേശം ഒരു 30-40ഓളം ചാക്ക് വരെ ഇറക്കിയിട്ട് ഭരണ കണ്ടുകൊണ്ട് ചീത്തയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്ത് തിരിച്ചവർ പോയി. നമസ്കാരം. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്നത്. ഇന്ന് രാവിലെ, അതായത് പുലർച്ചെ 4 മണി 4:30 കൂടി ശുചീകരണ തൊഴിലാളികൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ വശത്തുകൂടി ഒരു സ്ക്വാഡായി അവർ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയ്ക്കിടെയാണ് ഒരു സംഘം ആളുകൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ട് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുകയും ഇത് വീഡിയോ പകർത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. നിലവിലിപ്പോൾ ആ ശുചീകരണ തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. രാഹുലും അതുകൂടാതെ സുരേഷ് എന്ന ജീവനക്കാരനുമായിരുന്നു ഇത്തരത്തിൽ ആ ഒരു പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവർക്കാണ് നിലവിലിപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത്. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിലിപ്പോൾ ഈ ജീവനക്കാരെ ആശുപത്രിയിൽ സന്ദർശിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയാനുള്ളത്, ഈ മാലിന്യം ഇത്തരത്തിൽ കൊണ്ട് തള്ളുന്നത് തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് തരുന്നത്. എന്തായാലും ഇന്ന് ഉണ്ടായ ഈ ഒരു സംഭവത്തിന് സാക്ഷിയായ, അതുകൂടാതെ ഈ ഒരു പരിശോധനയ്ക്ക് ഉണ്ടായിരുന്ന നഗരസഭയുടെ ജീവനക്കാരനായ രാഹുൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത് എന്ന് അദ്ദേഹം തന്നെ വിശദമാക്കും. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെ ഇവർ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കൊണ്ട് ഒരു 20-30ഓളം ചാക്ക് കൊണ്ടുവന്ന് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ ഹോട്ടൽ ചന്ത റോഡ് വരെയാണ് നമുക്കുള്ള ഭാഗം. അപ്പോൾ ഇത് ഇവർ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണപതി കോവിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൻ്റെ സൈഡുണ്ട്. ആ തിയേറ്ററിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇവർ ഇരുട്ട് ഭാഗത്തായിട്ട് അങ്ങറ്റ ഒരു ഇരുട്ട് ഭാഗമുണ്ട്, ആ ഭാഗത്തായിട്ട് ഈ ചാക്കുകൾ നിക്ഷേപിക്കും. അപ്പം ഇതിന് ഇത് കരിമടത്തുള്ളവരാണ്. ഷമീർ, സുരേഷ്, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇതിലാണ് ചെയ്യണത്. അങ്ങനെ ഇത് ഒഴിവി വന്ന് തട വെച്ചിരിക്കുന്നത് നമ്മളവിടെയാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാർമാർ രാവിലെ വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലില്ലായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങിയ എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഉത്തരവാദിത്വം നമ്മളതാണ്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം അല്ലെങ്കിൽ പോലും അതും കൂടെ കാണത്തക്ക രീതിയിലാണ് ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പം നടുക്ക് നിന്നിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കിയാണ് ഡ്യൂട്ടി ചെയ്യണത്. അപ്പോൾ ഇവരവിടെ ഈ എറിയണേൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ബൈക്ക് എടുക്കാതെ നടന്നാണ് പോയത്. നടന്ന് ഞാൻ വീഡിയോ ഓണാക്കി പോയി. ആ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 30-40ഓളം ചാക്ക് വരെ ഇറക്കിയിട്ട് ഭരണ കണ്ടുകൊണ്ട് ചീത്തയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്ത് തിരിച്ചവർ പോയി. ഞാൻ എൻ്റെ കൂടെ നിന്ന് സുരേഷ് സാറിനെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് അടിച്ച്, അപ്പം എടാ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നിട്ട് വിടുന്നെന്ന് സാറന്മാർ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ അവരുടെ നമ്മൾ സമാധാനം പറയണം. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വീഡിയോ എടുക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ചേട്ടാ, നമുക്ക് ആ വണ്ടി ഒന്ന് നോക്കാം ചേട്ടാ എന്ന് പറഞ്ഞ് സുരേഷ് ചേട്ടൻ പെട്ടെന്ന് വന്ന് ജംഗ്ഷനിൽ വന്ന് തകരപ്പറമ്പ് ജംഗ്ഷനിൽ. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് കൊടുത്ത് അവിടെ ചെന്നിട്ട് എൻ്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് സുരേഷ് എൻ്റെ ബൈക്കിൽ കയറി പോയി നമ്മളിങ്ങനെ കറങ്ങി നോക്കി വരുമ്പോഴാണ് ഇവിടെ അടുത്ത ലോഡ് കയറ്റണം. അത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ വേസ്റ്റാണ്. ഹോട്ടല്, ഈ ടീ ഷോപ്പുകൾ, അങ്ങനത്തെ ഈ എന്ന് പറഞ്ഞാൽ ഇവർ നമുക്കിപ്പോൾ നിലവിൽ സംവിധാനം ഉണ്ട്. ഇത് ഹരിതകർമ്മയ്ക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. ഇത് തിരിഞ്ഞ് ജൈവമാലിന്യം അങ്ങനെ ഇതുപോലെ കഷ്ടപ്പാടുണ്ട്. അത് ചെയ്യാൻ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കേണ്ട മാലിന്യങ്ങളാണ് അത് കൊടുക്കാൻ മടിച്ച് ഇവർ അതിനെ എല്ലാം കൂടെ ഒന്നിച്ചാക്കി ഒരു നല്ലൊരു എമൗണ്ടായിട്ട് ഇവരെ കയ്യിൽ കൊടുത്ത് ഇവർ ഓടകളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെ ഇവർ വണ്ടി കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് കയറ്റിയതും ഇടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നേർക്ക് വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ചാടി. ഓട്ടോയിൽ പാസഞ്ചർ ഓട്ടോയിൽ അത് നിറച്ച് വേസ്റ്റും ഉണ്ടായിരുന്നു. അതോടെയാണ് വന്ന് വണ്ടിയിലിടിച്ച് സുരേഷ് ചേട്ടൻ വണ്ടിയായിട്ട് ഈ ബൈക്കിൻ്റെ അടിയിലായി സുരേഷ് ചേട്ടൻ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ടയറിൽ കൂടെയാണ് വണ്ടി കയറി ഇറങ്ങി പോകണത്.
എന്നിട്ട് ഞാൻ പിറകിൽ നിന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ നിർത്താതെ പോയി. എന്നിട്ട് ദൂരെ നിന്ന് 2 പേര് വന്നത്, ആരെന്ന് അറിഞ്ഞുകൂടാ. വണ്ടി തിരിച്ച് അവരും പോയി. ഈ വണ്ടി വരണ കണ്ടുകൊണ്ട്. അല്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ വേറെ വല്ലതും നടന്നാണ്, നമ്മൾ വണ്ടി തടഞ്ഞിരുന്നെങ്കിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടീമായിട്ടാണ് പറഞ്ഞത്. ഇതിന് മുന്നേ എന്നെ അടിച്ചിട്ടുണ്ട്. അത് FIR ആയിട്ടുള്ളതാണ്, കേസായിട്ടുള്ളതാണ്. അങ്ങനെ എന്നെ അടിച്ചത് എൻ്റെ തലയ്ക്ക് അടിച്ച്, അത് ഇതേപോലെ കേസും വഴക്കമൊക്കെ ആയി. അത് 1 കൊല്ലം മുമ്പേ. ഇവർക്കെതിരെ യാതൊരു നടപടി ഇതേ സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. അന്ന് പക്ഷേ ഇത് അത്രയും ശക്തമായിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു ഇതായിട്ടാണ് അവർ ഇപ്പോഴും കാണിച്ചത്. അന്ന് അത് ചൂടായിട്ട് എടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഉണ്ടാവില്ലായിരുന്നു. കൃത്യമായിട്ടുള്ള നടപടി ഒന്നും എടുത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇതായില്ല. അങ്ങനെ ഇപ്പോഴാണ് ഇത് ഈ ഒരു ഇതിലായത്. ഓട്ടോയിൽ മുഴുവൻ വേസ്റ്റുകളായിരുന്നു മുഴുവനും ഇത് സ്മെല്ലായിട്ടുള്ളതും അങ്ങനെ മാലിന്യമായിട്ടുള്ള ട്രിപ്പായിട്ട് അങ്ങനെയാണോ അടിക്കുന്നത്? ഈ ആട്ടയ്ക്ക് ഒരു ലോഡ് എടുക്കും, കൊണ്ടടിക്കും, അടുത്ത് വീണ്ടും വരും, അടുത്ത ട്രിപ്പ് എടുക്കും, അങ്ങനെയാണ്. ഒരേ സ്ഥലത്ത് തന്നെയാണോ കൊണ്ടെടുക്കുന്നത്? ഇപ്പം അവിടെ ഒരു 30 ചാക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൈഡ് അടിക്കും. നമ്മൾ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് അടിച്ചു കളയും. അപ്പം ഇവരെ നമുക്ക് എഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവരെ കൂട്ടത്തെ ആൾക്കാർ ഒരുപാടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എവിടെയൊക്കെ നിൽക്കണം, ആരൊക്കെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളിനെ വിട്ട് ഇങ്ങനെ റൗണ്ട്സ് ചെയ്ത് ഇവർ ഫോണ് ഹെഡ്സെറ്റിൽ വെച്ച്, ഇയർഫോൺ എല്ലാവരും വെച്ച് കോൺഫറൻറ്റ് കോളിട്ട് സംസാരിച്ചാണ് ഇവർ വേസ്റ്റ് അടിക്കുന്നത്. നമ്മൾ വരണതും നമ്മളെ തലവട്ടം കാണുന്നതും എവിടെയെങ്കിലും നിൽക്കണമെന്ന് പറയും, ഇതാ വരണം എന്ന് പറയും, ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഞാൻ 9.5 കൊല്ലമായി. ഞാൻ അതിൽ 5 കൊല്ലം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇവരെ എല്ലാ പ്രവൃത്തിയും എനിക്കറിയാം. ഇവർ എങ്ങനെ പെരുമാറും, ഏത് രീതി പെരുമാറും. ഇവർ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അവരെ ഭാഷയിൽ പയ്യന്മാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ അറിയാമല്ല, നിനക്ക് പറഞ്ഞു തരണ്ടല്ല, ഗ്യാസൊന്നും കൊടുക്കല്, ഒത്തീർപ്പാക്ക് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഭീഷണിയും ഉണ്ട്. ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ചോദ്യം ചെയ്താൽ ഇത് കണ്ടുകൊണ്ടാണ്, എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പോണത്. അത് അതവിടെ വിഴുന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പോൾ അത് എനിക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അതിനുവേണ്ടി പോയപ്പോഴാണ് അടുത്ത ലോഡിൽ നമുക്ക് അവരെ പിടിച്ച സാറുമാരെ ഏൽപ്പിച്ചേ പറ്റുള്ളൂ, അല്ലേ വണ്ടി സീസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള റൈറ്റ് നമുക്കില്ല. നമ്മൾ തടഞ്ഞു വെക്കുകയുള്ളൂ. സാറുമാർ വന്നാണ് ബാക്കി നടപടികൾ ചെയ്യണത്. ഇവരെ തടഞ്ഞു നിർത്തുക എന്നുള്ള കാര്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് ഈ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇവരെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല ഉണ്ടാവണം. തിരിച്ച് അവരെന്തും ചെയ്യാനുള്ള രീതിക്കാണ് പറഞ്ഞത്. വണ്ടിയുള്ള ആയുധം അങ്ങനെയൊക്കെ ഉള്ള ഇത് നമുക്ക് അനുഭവങ്ങളുണ്ട്. താങ്കളെ ഇന്നലെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു? നമ്മളെ 2 പേരെ ഇടിക്കാൻ തന്നെ ശ്രമിച്ചത്. പിന്നെ എനിക്ക് ഇവരെ സ്വഭാവം ഇത്തിരി കൂടെ നല്ലതായിട്ട് അറിയാം. ഇവർ എങ്ങനെ പെരുമാറും, ഏത് രീതിയിൽ പെരുമാറും എന്നുള്ള പ്രവൃത്തിയിൽ എനിക്കറിയാം. ഞാൻ വണ്ടിയും ചാടി ഇറങ്ങിയായി. അപ്പോൾ ഈ ചേട്ടനും പക്ഷേ ഇത്തിരി വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ല. പുള്ളിയുടെ വലത് സൈഡിലാണ് ഇടിച്ച് പുള്ളി മറിഞ്ഞ് വീഴുന്ന് വണ്ടിയുടെ അടിയിലായി. ഫ്രണ്ട് ടയറിൽ കൂടെ കയറിപ്പോയി. അപ്പോഴാണ് കയ്യിൽ ഇവിടെ വലിവുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വണ്ടിയും ശ്രദ്ധിക്കാൻ പറ്റില്ല, നമ്പർ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ പുള്ളിയുടെ ഇതിലായിപ്പോയി ഞാൻ. അങ്ങനെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പുള്ളി പരാതി കൊടുത്തിട്ടുണ്ട്. അത് കേസ് എടുത്തിട്ടുണ്ട്. മേയർ കണ്ടിരുന്നു. എന്താണ് പറഞ്ഞത്? മേയർ നല്ല സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്തും ചോദിച്ചു, മുന്നേ നടന്ന കാര്യത്തിനെ പറ്റി എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ച്, ഇപ്പം നടന്നതിനെ പറ്റി സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച്, രണ്ടും വിശദമായിട്ട് നോക്കിയിട്ട് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞ്, പുള്ളിയുടെ ചികിത്സ നോക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഇത് തോന്നണുണ്ട്. ഈ ഓട്ടോയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്നൊക്കെ പറയുന്നത് ഉറപ്പാണ്. എല്ലാം കാറിൻ്റെത്, ബുള്ളറ്റിൻ്റെത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വണ്ടികളെ നമ്പർ, അങ്ങനെയൊക്കെ. ഇവരൊരു ഗ്യാങ് ആണ് ഈ നഗരത്തിലുള്ള, അതായത് ഈ വേസ്റ്റ് ഇങ്ങനെ കൊണ്ട് തട്ടുന്ന ഗ്യാങ്ങാണ്. വർഷങ്ങളായി തുടർന്ന് വരുന്ന ഗ്യാങ്ങാണ്. എന്തായാലും രാഹുൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, ഇതിനു മുൻപും ഈ ഒരു സംഘം, നിലവിൽ ആക്രമിച്ച ഈ ഒരു സംഘം ഇതിനു മുൻപും രാഹുലിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ്. വലിയ രീതിയിൽ ഇത്തരത്തിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ മാലിന്യം ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതായത് പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ വലിച്ചെറിയുന്ന പ്രവണതയാണ് ഉള്ളത് എന്നാണ് രാഹുൽ എന്ന ജീവനക്കാരൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യാജമാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത് വ്യാജമാകാൻ തന്നെയാണ് സാധ്യത എന്നും തന്നെയാണ് രാഹുലും നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഈ ജീവനക്കാരൻ നമ്മളോട് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.